friends, welcome back to Nehas kitchen. പിന്നെ നിങ്ങൾ ഈവനിങ് പിള്ളേർക്ക് സ്നാക്സ് എന്താ കൊടുക്കാനെന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. താമസിക്കാതെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഉണ്ടോ? ബ്രെഡ്, മിൽക്ക്, ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ഹൽവ ചെയ്തെടുക്കാം 10 മിനിറ്റ് കൊണ്ട്. അതെ, എൻ്റെ മോളിക്ക് സുഖമില്ലാണ്ട് വീട്ടിലിരിക്കുന്നു. അപ്പോൾ അവൾക്ക് ബ്രെഡ് വേണം, പക്ഷേ ഇങ്ങനെ കഴിക്കാണ്ട, അവൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അങ്ങ് വേണമെന്നാണ് അവൾ ചോദിച്ചു. പിന്നെ അപ്പം ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ചെയ്തത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ അങ്ങ് ചെയ്തു. എൻ്റെ മോൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുമെന്നാണെന്ന് തോന്നുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങളും കൂടി ട്രൈ ചെയ്ത് കമൻറ്റ്സൊക്കെ പറയുക. പിന്നെ നമുക്കൊക്കെ താമസിക്കേണ്ട, ഇത് എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രെഡ് സ്ലൈസിന് നമുക്ക് രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ നമുക്കിതങ്ങ് പിച്ചങ്ങ് എടുക്കുകയോ ചെയ്യാം. ഇതെല്ലാം രണ്ടായിട്ട് അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതിന് നമുക്ക് റോസ്റ്റ് ചെയ്ത് എങ്ങനെ റോസ്റ്റ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണും നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് സ്ലൈസ് 1 by 1 ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇത് നെയ്യിൽ വേണ്ട എങ്കിൽ ഓയിലും ഡീപ്പ് ഫ്രൈ ചെയ്ത് അങ്ങ് എടുക്കാം. പക്ഷേ ഞാനിവിടെ നെയ്യാണോ ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിലിനേക്കാളും നെയ്യ് കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കൊടുക്കാനൊക്കെ, അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് നെയ്യ് കൊടുക്കുന്നു. ഒരു സൈഡ് ബ്രൗൺ കളറായപ്പോഴത്തേക്ക് രണ്ടാമത്തെ സൈഡേക്ക് നമുക്ക് ടേൺ ചെയ്ത് കൊടുക്കണം. എല്ലാവും ഇത് സെക്കൻഡ് ഇതിലോട്ട് അങ്ങ് ടേൺ ചെയ്ത് കൊടുക്കാം. ഇവിടെ എല്ലാവും തിരിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ സെക്കൻഡ് ആ സൈഡും കൂടി ലൈറ്റ് ഈ കളർ വന്നപ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിൽ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ വേറെ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതേപോലെ ഉള്ള ബ്രെഡ് സ്ലൈസ് മൊത്തം കൂടി നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. ഇപ്പം ഞാനിവിടെ വേറെ പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാലൻസും കൂടി എല്ലാം അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് എടുക്കാം. ഞാനിതിവിടെ എല്ലാവും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാം. ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം, 1 കപ്പ് ഷുഗറിന് 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നു. ഇത് നമുക്ക് നന്നായിട്ട് ബോയിലായി വരുന്ന കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടും ഇളക്കി കൊടുക്കാം. ഇത് ഭയങ്കര തിക്കിയായിട്ട് ഭയങ്കര ഇതായിട്ട് വരേണ്ട, ചെറുതായിട്ടൊരു തിക്കി കൺസിസ്റ്റൻസിയിലോട്ട് വന്നാൽ മതി. ഇതെല്ലാം മെൽട്ടായിട്ട്, ഷുഗറെല്ലാം മൊത്തം മെൽട്ടായിട്ട്. ഷുഗർ സിറപ്പ് ഭയങ്കര തിക്കിയായിട്ട് വേണ്ട, ഈ കൺസിസ്റ്റൻസി മതി. ജസ്റ്റ് അത് ഒരു തീക പോലെ ഇങ്ങനെയൊക്കെ വന്നാൽ മതി. നമുക്കിപ്പോൾ ഇതിലേക്ക് ബ്രെഡ് സ്ലൈസ് എല്ലാം ഇതിലേക്ക് അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവും ഈ ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് പിടിച്ചത് കഴിഞ്ഞ ശേഷം
ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുന്നു. ഇതിലേക്കിപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെയൊക്കെ എല്ലാവും ഭയങ്കരമായിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് ഇത് ക്രഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ പല്ലിൻ്റെ ഇടയിലിട്ട് ഇതൊക്കെ ബ്രെഡ് പോലെ അങ്ങ് തോന്നണം. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഇതിപ്പോൾ ഇവിടെ എല്ലാവും ശരിയായി റെഡിയായിട്ട് വന്നു. സോ നമുക്കിവിടെ കുറച്ചും കൂടി നെയ്യിട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടം, നമുക്ക് ഒരുപാട് നെയ്യ് വേണമെങ്കിൽ ഒരുപാട് നെയ്യ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനങ്ങ് നെയ്യ് അങ്ങ് ഇടുക. നമുക്കൊരിക്കൽ കൂടി അങ്ങ് ഇളക്കാം. സിമ്പിൾ ഫിനിഷായി. നമുക്കിപ്പോൾ ഇത് ഒരു സർവിങ് ബൗളിലേക്ക് എടുത്തിട്ട് സെർവ് ചെയ്യുക. ഇത് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ്, പിന്നെ കിസ്മിസ്, നമ്മുടെ അടുത്തുള്ള ഏത് ഡ്രൈ നട്ട്സ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എന്ത് വേണം നമുക്ക് ഇതിലിടാം. പക്ഷേ ഞാനിത് വളരെ സിമ്പിളായിട്ട് ചെയ്തതാണ്. ഞാനിത് കൂടുതലൊന്നും ഇട്ട് കാണിക്കുവാണെങ്കിൽ ചിലപ്പോൾ അതില്ലാത്ത ആൾക്കാർ ഇതില്ലെങ്കിൽ ചെയ്യാൻ പറ്റൂലേ അങ്ങനെയൊക്കെ വിചാരിക്കൂലേ. അതുകൊണ്ടാണ് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനങ്ങ് ചെയ്തതാണ്. ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്കങ്ങ് പ്രിപ്പയർ ചെയ്യാം. ഇപ്പം മോളിക്ക് പനി ആയതുകൊണ്ട് അവൾ ബ്രെഡ് കഴിക്കാൻ മടി കാണിക്കുന്നു. അവൾക്ക് വേണം, പക്ഷെ കഴിക്കേണ്ട. അപ്പം ഈ ഒരു ഇതിൽ ചെയ്ത് അവൾ നന്നായിട്ടും കഴിക്കും. ഓക്കെ, നമുക്കിതിപ്പം സർവിങ് ബൗളിലേക്ക് അങ്ങ് എടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യുക. സോ നമുക്കിപ്പോൾ ഇവിടെ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, വളരെ 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.